ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ട് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമയാണ്. അത് ബ്രെഡ് കൊണ്ട്. അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോകാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഇത് സിറിയലിൻ്റെ ബ്രെഡാണ്, ഹെൽത്തി ബ്രെഡാണ്. അതേപോലെ ഇച്ചിരി ക്യാരറ്റ് ക്യൂബായിട്ട് അരിഞ്ഞെടുത്തത്, സബോള, രണ്ട് പച്ചമുളക്, 2 മുട്ട. ഇതിൽ ആഡ് ചെയ്യുന്ന പൊടിവർഗ്ഗങ്ങൾ ഞാൻ വഴിയേ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് ആ സമയം നമുക്ക് ഈ ബ്രെഡ് കുഞ്ഞിതായിട്ട് പിച്ചി എടുക്കണം. കടുക് ഇടുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് കടുക് ഇടാം. അതിന് മുമ്പ് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് പിച്ചി എടുക്കാം. വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം, പക്ഷേ അത് കുറച്ചും കൂടി ഭയങ്കര പൊടിയാവും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ കൈ കൊണ്ട് പിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കടുകിടാം. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും അതിൽ ആഡ് ചെയ്യാം. അതേ സമയത്ത് തന്നെ നമുക്ക് ക്യാരറ്റും കൂടി ആഡ് ചെയ്യാം. കാരണം ഇതൊന്നും കൂടുതൽ വേവേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് ഓയിലും ചെറുതായിട്ട് ഒപ്പിച്ചെടുത്താൽ മതി. അതിനുവേണ്ടി ശകലം ഉപ്പും കൂടി ചേർക്കാം, ആവശ്യത്തിന് മാത്രം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. എരിവ് ഓൾറെഡി ഉണ്ട്, പച്ചമുളക് 2 ആഡ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് എരിവുള്ള മുളകാണ്, അതുപോലെ ഇച്ചിരി കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇച്ചിരി ടേസ്റ്റിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ശകലം ഗരം മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി കോളം, അതെല്ലാം കൂടി ഒന്നുകൂടി മൂപ്പിക്കുക. ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് തെക്കി വെച്ച് നടുക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് അത് ഒന്ന് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ വേഗം അത് യോജിക്കും. യോജിച്ചെടുക്കും മുട്ട. വെജിറ്റബിൾസും സബോളയും എല്ലാം കൂടി ചേർന്ന് സോട്ടാവണം നന്നായിട്ട്. എഗ്ഗല്ലേ വേഗം കുക്കാവും. നമുക്കിതിലോട്ട് ശകലം ഇത് ഫ്രോസണായിട്ട് വെച്ചിരുന്ന മല്ലിയിലയാണ്, ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി മല്ലിയില ആഡ് ചെയ്തു. നമുക്കിതിലോട്ട് നേരത്തെ പിച്ചി വെച്ച ബ്രെഡും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കണമെങ്കിൽ മൂടി വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി ആവി കയറി ക്രിസ്പി ആവും. പക്ഷേ എനിക്ക് അത്ര ക്രിസ്പി ആവുന്നൊന്നും ഇഷ്ടമല്ല ഞങ്ങൾക്ക്. അതുപോലെ തന്നെ അത് അവിഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഈ ഓയിൽ നന്നായിട്ടൊന്ന് എഗ്ഗും കൂടി സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കൂടി വന്നൊരു 3-4 മിനിറ്റ്, അതിൻ്റെ മേലെ വേണ്ട. ബ്രെഡ് നമുക്ക് ഇപ്പം തന്നെ കയ്യിൽ വെച്ച് ഈ പൊടിയാത്തത് പിച്ചെടുക്കാത്തത് ഇത് വെച്ച് തന്നെ ഒന്ന് ചെറുതായ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം.
തവിയുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലോട്ട് സേവിങ് ഡിഷിലോട്ട് മാറ്റാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പുമയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലെങ്കിൽ സ്നാക്കിനോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.